മറ്റത്തൂർ പഞ്ചായത്തിൽ ഇനി എന്തായിരിക്കും കോൺഗ്രസ് നടപടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൃശ്ശൂർ DCC പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞിരുന്നു അയോഗ്യരാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ആ നടപടികൾ? അതായത് ഞങ്ങളെ സംബന്ധിച്ച് 10 ദിവസത്തിനകമാണ് ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ സമീപിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അതിന് വേണ്ട നിയമ നടപടികൾ അതിന് നമ്മളുടെ DCCയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ബന്ധപ്പെട്ട ഭാരവാഹികളെ അതിന് നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് 2-3 കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. മറ്റത്തൂരുണ്ട്, അതുപോലെ തന്നെ ചൊവ്വന്നൂരിലുണ്ട്, പാറളത്തുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നോക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മളതിന് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ അതിനിടയിൽ സൈമൾട്ടേനിയസ്ലി ഇവർക്ക് തെറ്റ് തിരുത്താനുള്ള അവസരമുണ്ട്. ഇവർ സ്വാഭാവികമായും BJPയുമായി അല്ലെങ്കിൽ ഇവർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് BJP അംഗങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് തെറ്റ് തിരുത്താം. അവർക്ക് സ്ഥാനമാനങ്ങൾ രാജിവെക്കുക, പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചാൽ നമ്മൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇതിനെക്കുറിച്ചൊക്കെ പുനഃപരിശോധിക്കാൻ KPCCയുമായി നമ്മൾ കൂടി ആലോചിക്കും. ഇന്നലെ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പാർട്ടി ഒരു ഇടപെടൽ നടത്തിയാൽ അക്കാര്യത്തിൽ പുനരാലോചന നടത്തുമെന്നുള്ളത്. പക്ഷേ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് പാർട്ടി നടത്തേണ്ടതെന്നുള്ള കാര്യത്തിൽ അവരൊരു വിശദീകരണം പറയുന്നില്ല. അതായത് ഇവിടെ ബന്ധപ്പെട്ടിരുന്നു, മറ്റു പലരുമായി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അങ്ങനെ പലരുമായി എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാനതിൽ വ്യക്തമായ നിലപാട്, പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് എൻ്റെ നിലപാടല്ല. KPCC തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുള്ള സർക്കുലറുണ്ട്. അത് ഓപ്പണായിട്ടുള്ളൊരു സർക്കുലറാണ്, എല്ലാവരുടെ കയ്യിലുണ്ട്. അത് നമ്മളുടെ പാർട്ടി ഭാരവാഹികൾക്ക് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ വ്യക്തമായി പറയുന്നു, ഒരു കാരണവശാലും വർഗീയ സംഘടനകളുടെ കയ്യിൽ നിന്ന്, പാർട്ടികളുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങുകയോ അവരുമായി എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകുകയോ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും അറിയാതെ വർഗീയ പാർട്ടികളുടെ വോട്ട് നേടി പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻ്റ് ആയാൽ തൽസ്ഥാനം അറിഞ്ഞ ഉടൻ രാജിവെക്കണം എന്നാണ്. അത് നമ്മൾ അറിഞ്ഞു വശം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് ചെയ്താൽ കുഴപ്പമില്ല. പുറത്തു വരുന്ന മറ്റു ചില വിവരങ്ങൾ, ഈ പാറളം പഞ്ചായത്തിൽ LDF, NDA, NDAക്കും UDFനും ഒരേ കക്ഷി നിലയാണ് ഉണ്ടായിരുന്നത്. അവിടെ നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് അസാധുവാക്കിയത് BJPയെ പിന്തുണക്കാനാണെന്നുള്ള ഒരു പ്രചാരണമുണ്ട്. അതിൽ കോൺഗ്രസ് എന്തെങ്കിലും നടപടിയെടുക്കും? എന്തായാലും ഇന്നലെ ഞാൻ അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ ഒരു മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് പാറളം പഞ്ചായത്തിൽ വോട്ട് അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വോട്ട് അസാധുവാക്കിയ നേതാവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ പഞ്ചായത്ത് പ്രസിഡന്റേക്ക് ആദ്യം പരിഗണിച്ചു, പിന്നീട് അതിൽ നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വോട്ട് അസാധുവാക്കിയെന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ തന്നെ ഉണ്ട്. അതൊന്നും അങ്ങനെയൊന്നും നമുക്കിപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ അതൊന്നും വന്നിട്ടില്ല. വോട്ട് അസാധുവായി എന്നുള്ളത് ജനങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങൾ, അവരൊരു ടീച്ചറാണ്, ജനങ്ങൾ അത്തരത്തിലുള്ള വിശദീകരണമൊന്നും വിശ്വസിക്കുന്ന ഒരു സാഹചര്യമല്ല. അത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലല്ലോ. ഒരു ജാഗ്രത കുറവ് അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ജാഗ്രത കുറവ് നമ്മൾ അവരോട് ചോദിച്ചു. അതിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് അവർക്ക് തരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ചൊവ്വന്നൂരിനെ സംബന്ധിച്ച് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് വർഗീസ് ചൊവ്വന്നൂരിന് ഉൾപ്പെടെ നൽകിയിരുന്നു. അതിലെന്നാണ് മറുപടി നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിലൊരു തുടർ നടപടികളാണ്. ഇന്നാണ് അതിൻ്റെ ദിവസം അവസാനിക്കുന്നത്. 48 hours നമ്മൾ കൊടുത്തത്. ഇന്ന് നമുക്ക് നേരിട്ടോ രേഖാമൂലമോ തരണം. ലഭിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കും. അത് തൃപ്തികരമല്ലെങ്കിൽ നടപടിയിലേക്ക് പോകും. ഇനി മറുപടി തന്നില്ലെങ്കിൽ അതിനും നമ്മൾ നടപടി സ്വീകരിക്കും. എന്ന് പറയുന്നത് കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിൽ ഉൾപ്പെടെ സജീവമായിട്ടുണ്ടായിരുന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രശംസ പിടിച്ചു പറ്റി ഇടപെടൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു STPയുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ല, ആ കാര്യം കൊണ്ട് ഈ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. തെറ്റ് ഈസ് ഓൾവേസ് തെറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തുക, അതാണ് അതിൻ്റെ മാർഗം. അപ്പോൾ മനുഷ്യനാണ്, തെറ്റൊക്കെ സംഭവിക്കാം. കസ്റ്റഡി മരണത്തിന് സുജിത്തിനെ സഹായിച്ച് അല്ലെങ്കിൽ മർദ്ദനത്തെ സംബന്ധിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വളരെയധികം പ്രയത്നിച്ച ഒരാളാണ് വർഗീസ്. അത് പാർട്ടി അദ്ദേഹത്തെ ഓണർ ചെയ്തു. അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്ഥാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ മനസ്സുകളുടെ മുന്നിലും പാർട്ടി പ്രവർത്തകരുടെ മുന്നിലും അദ്ദേഹം ചെയ്ത കഷ്ടപ്പാടിനെ പാർട്ടി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ
പാർട്ടി നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല. അത്തരത്തിൽ അലിഗേഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ ഷോക്കോസ് കൊടുത്തത്. അതിന് ഇന്ന് നമുക്ക് മറുപടി തരണം. ആ മറുപടി തൃപ്തികരല്ലെങ്കിൽ നടപടി സ്വീകരിക്കും, തൃപ്തികരാണെങ്കിൽ നടപടി ഉണ്ടാവില്ല. അതോടൊപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ ഇപ്പോൾ ഈ രാജിവെച്ച അംഗങ്ങളും പാർട്ടി നടപടി സ്വീകരിച്ച DCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അവർ വിചിത്രവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ചതിക്ക് മറുചതിയാണ് പരിഹാരം എന്ന രീതിയിലുള്ള ന്യായീകരണം ഉൾപ്പെടെ കണ്ടിരുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന്, കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്നുള്ളതാണ് ഒരു ഭാഗത്തുള്ള വിമർശനം. അതായത് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് നയങ്ങളുണ്ട്, നയപരിപാടികളുണ്ട്. അത് രൂപീകരിക്കുന്നത് ജനങ്ങളുടെ അഭീഷ്ടത്തിനനുസരിച്ചാണ്. കോമൺ പബ്ലിക്കാണ് കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാനം. അത് പ്രവർത്തകരായി മാറുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് നാട്ടിൽ മതേതരത്വം, ജനാധിപത്യം പുലരണം എന്നുള്ളത്. ആ ഒരു നിലപാടിനെതിരെ എന്ത് ചതിയെന്ന് പറഞ്ഞാലും, എന്ത് തരത്തിലുള്ള കുറവുകൾ നമുക്ക് അപ്പം നേരിടേണ്ടി വന്നാലും നമ്മൾ അത്തരത്തിലുള്ള ചതികൾ നടക്കട്ടെ, അത് ജനമല്ലേ വിലയിരുത്തേണ്ടത്. CPM ചതിച്ചത് പാർട്ടി തുറന്നു കാണിക്കുകയാണ് വേണ്ടത് അവിടെ, മനസ്സിലായില്ലേ? അതിന് പകരം മറ്റൊരു ചതി എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തിലേക്ക്, അപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു തെറ്റായിപ്പോയി. ആ തെറ്റിനെ ന്യായീകരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോയത്. എന്നിരുന്നാലും പാർട്ടിയിൽ ഇപ്പോൾ ഒരു കാരണവശാലും ഒരു BJP പോകുന്നില്ല, ഓക്കെ. അപ്പോൾ തെറ്റ് പറ്റിയത് തെറ്റ് തിരുത്താൻ നമ്മൾ അവസരം കൊടുക്കണം. മനുഷ്യരാണ്, തെറ്റൊക്കെ പറ്റും. ആ തെറ്റ് പറ്റിയത് ഏറ്റുപറയുക, ജനങ്ങളോട് പറയുക. അത് തിരുത്തി വന്നാൽ ഒരു തരത്തിലും നമുക്ക് അതിനെ ആ കാര്യം തിരുത്തി വന്നാൽ, അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ KPCCയുമായി ബന്ധപ്പെട്ട് അടുത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. വളരെ നന്ദി. ഇക്കാര്യങ്ങൾ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ചാണ് DCC പ്രസിഡന്റ് നമ്മളോട് വിശദമായി സംസാരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ.